ഇനി നമുക്ക് ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ ഭഗവാൻ അനുഗ്രഹിച്ചാൽ നോക്കാമെന്ന് കരുതുന്നു. 3-ാമത്തെ ശ്ലോകം തഥാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവൽസേവകദർശയാദൃത പ്രകാശമാസാദ്യ പുരഃ പ്രചേതസാമുപാദിശദ്ഭക്തതമസ്തവസ്തവം. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. തഥാ എന്ന് പറഞ്ഞാൽ അപ്പോൾ, ഭവത്തീർത്ഥമിദം, ഭവത്തീർത്ഥം, ഇദം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഭവത്തീർത്ഥമിദം. ഭവത്തീർത്ഥം, ഭവത് അങ്ങയുടെ തീർത്ഥത്തിലേക്ക്, സമാഗതോ, സമാഗതഃ എന്ന് പറഞ്ഞാൽ വന്നു ചേരുക, അവിടേക്ക് എത്തിച്ചേർന്ന, ഭവോ ഭവൽ സേവകദർശയാദൃത, ഭവ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭവത് സേവകദർശയാദൃത, ഭവത് സേവക എന്ന് പറഞ്ഞാൽ അങ്ങയെ സേവിക്കുന്നവരെ. ഇവിടെ ആ പ്രചേതസ്സുകളുടെ കാര്യമാണ് പറയുന്നത്. അങ്ങയെ സേവിക്കുന്നവരെ ദർശയാദൃത, ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട്, അവരെ ഒന്ന് ദർശിക്കുവാൻ വേണ്ടിയിട്ട്, പ്രകാശമാസാദ്യ പുര, പ്രകാശമാസാദ്യ, പ്രകാശം ആസാദ്യ. ഇവിടെ പ്രകാശമാസാദ്യ എന്ന് പറഞ്ഞാൽ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട്, ആര്? പുര എന്ന് പറഞ്ഞാൽ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട്, പ്രചേതസാമുപാദിശത് ഭക്തതമസ്തവസ്തവം. പ്രചേതസാം ഉപാദിശത് ഭക്തതമ തവ സ്തവം. ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ വരുന്നുണ്ട്. പ്രചേതസാം ഉപാദിശത് ഭക്തതമ തവ സ്തവം. ഇങ്ങനെ ഇത്രയും വാക്കുകൾ, ഏകദേശം ഒരു 6 വാക്കുകൾ ചേരുന്നതാണ് ആ ഒരു വലിയ ഒരു സമസ്തപദമാണ് പ്രചേതസാം എന്ന് പറഞ്ഞാൽ ആ പ്രചേതസ്സുകളുടെ. അപ്പോൾ ഭഗവാന്റെ സേവകരാണ് ആര്? ഈ പ്രചേതസ്സുകൾ. ആ പ്രചേതസ്സുകളെ കാണുവാനുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു ദർശനം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ ഒരു തീർത്ഥത്തിൻ്റെ അടുത്ത് വസിക്കുന്ന ഇവരുടെ, ഈ അങ്ങയുടെ സേവകരായിട്ടുള്ള ഇവരുടെ മുൻപിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. ഉപാദിശത്, ഇവിടെ ഉപാദിശത് എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു, അഥവാ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. ഭക്തതമ, വളരെ ഭക്തനായിട്ടുള്ള, പരമഭക്തനായിട്ടുള്ള ആ ശ്രീ പരമേശ്വരൻ, ശ്രീരുദ്രൻ, തവ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ, സ്തവം എന്ന് പറഞ്ഞാൽ സ്തോത്രം എന്നർത്ഥം. അങ്ങയുടെ സ്തോത്രത്തെ ഉപദേശിച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു, പടിഞ്ഞാറേ സമുദ്രത്തിൻ്റെ കരയിൽ ഒരു സരസ് കണ്ടു. അവിടെ ആ സരസിൻ്റെ സമീപമാണ്
ഈ പ്രചേതസ്സുകൾ വന്ന് തപസ്സിനായിട്ട് ഇരുന്നത് എന്ന് ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ഇതിനെ ആചാര്യന്മാർ പറയാറുണ്ട്, ഇവിടെ പോരാങ്കിൽ ഈ ശ്ലോകത്തിൽ അത് സൂചിപ്പിക്കുന്നു, അങ്ങയുടെ തീർത്ഥത്തിനടുത്തേക്ക്, ഇത് സാക്ഷാൽ ഗുരുവായൂരമ്പലത്തിലെ ഗുരുവായൂരപ്പൻ്റെ തീർത്ഥക്കുളമായിട്ടാണ് ആചാര്യന്മാർ പറയാറുള്ളത്. അവിടെ തപസ് ചെയ്യാനായിട്ട് വന്ന ആ പ്രചേതസ്സുകളെ കാണാനാണ് സാക്ഷാൽ മമ്മിയൂരപ്പൻ ശ്രീരുദ്രൻ ഭഗവാനെ, അങ്ങയുടെ ഭക്തന്മാരെ കാണാൻ അങ്ങയുടെ തന്നെ ഭക്തനായിട്ടുള്ള ആ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ അവിടെ എത്തിച്ചേർന്നു. ഭക്തന്മാർക്ക് എപ്പോഴും ഭക്തന്മാരെ കാണുന്നത് ഒരു സന്തോഷമാണ്. അവരിയ്ക്കുന്ന ദിക്ക് നോക്കി ഭക്തന്മാർ പോകും, അല്ലേ? സജ്ജനങ്ങളെ തേടി സജ്ജനങ്ങൾ അലയും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അങ്ങയുടെ ഭക്തരായിട്ടുള്ള ആ പ്രചേതസ്സുകളെ കാണാനായിട്ട് സാക്ഷാൽ ശ്രീരുദ്രൻ തന്നെ അവിടെ എഴുന്നള്ളി. അങ്ങനെ അവരുടെ ഈ പ്രചേതസ്സുകളുടെ മുൻപിൽ വന്നിട്ട് അവർക്ക് ഒരു സ്തോത്രത്തെ ഉപദേശിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ, ഇവിടെ ഭഗവാനെ ഏതൊരു സ്തുതി കൊണ്ടാണോ, ഏതൊരു സ്തോത്രം കൊണ്ടാണോ സ്തുതിക്കേണ്ടത്, അത് സാക്ഷാൽ ഈ ശ്രീ പരമേശ്വരൻ തന്നെയാണ് ഈ പ്രചേതസ്സുകൾക്ക് ഉപദേശം കൊടുക്കുന്ന. ആ ശ്രീ പരമേശ്വര ഭഗവാൻ അങ്ങയെ സ്തുതിച്ച ഒരു സ്തോത്രമാണ് രുദ്രഗീതം എന്നറിയപ്പെടുന്നത്. ഈ രുദ്രഗീതമാണ് ഈ പ്രചേതസ്സുകൾക്ക് ഉപദേശിച്ചു കൊടുത്തത്. അങ്ങനെ ആ രുദ്രഗീതം ചൊല്ലി സ്തുതിച്ചുകൊണ്ട്, ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഈ പ്രചേതസ്സുകൾ അവിടെ 10,000 വർഷം തപസ്സു ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തദാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവകദർശയാദൃത പ്രകാശമാസാദ്യ പുരഃ പ്രചേതസാമുപാദിശത് ഭക്തതമസ്തവസ്തവം. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തഥാ ഭവത്തീർത്ഥമിദം, അവിടെ ഭവത്തീർത്ഥം ഇതമാണ്, മായ്ക്ക് ഇകാരം കൊടുക്കുക. പിന്നെ അടുത്തത് ഭവോ ഭവത്സേവകദർശയാദൃത, ഭവത്സേവകദർശയാദൃത, അത് ചേർത്ത് വായിക്കുക. അതുപോലെ അവസാനം ഒരു വിസർഗമുണ്ട്. പിന്നെ അടുത്തത് പ്രകാശമാസാദ്യ, അവിടെ പ്രകാശം ആസാദ്യാണ്, മായ്ക്ക് അകാരം ശ്രദ്ധിച്ച് വായിക്കുക. അതുപോലെ പുര, അവിടെ ഒരു വിസർഗമുണ്ട്, അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് പ്രചേതസാമുപാദിശത് ഭക്തതമസ്തവസ്തവം. ഇത് ചില ബുക്കുകളിൽ പ്രചേതസാമുപാദിശത് അവിടെ വന്നിട്ട് ഒന്ന് നിർത്തി വേറെ വാക്കായിട്ടാണ് ഭക്തതമസ്തവസ്തവം എന്ന് എഴുതിയിരിക്കുന്നത്. ചില ബുക്കുകളിൽ വീണ്ടും അതിനെ പിരിച്ചിട്ടുണ്ട്, ഭക്തതമസ്തവ എന്ന് കൊടുത്തിട്ട് സ്തവം വേറെയായിട്ടും കൊടുത്തിട്ടുണ്ട്. അത് ഭക്തതമസ്തവസ്തവം, അവിടെ അത് അത്രയും ചേർത്ത് തന്നെ വായിക്കുന്നതാവും കൂടുതൽ നല്ലതെന്നാണ് പറയാറുള്ളത്. എൻ്റെ ബുക്കിലൊക്കെ പ്രചേതസാമുപാദിശത് ഭക്തതമസ്തവസ്തവം, അതൊക്കെ ഒന്നിച്ചൊറ്റ ഇതായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതല്ല, ഉപാദിശത് എന്ന് പറയുന്നിടത്ത് ഒരു ബ്രേക്ക് കൊടുത്തുകൊണ്ടാണ്, അതിൽ നിന്നും വേറിട്ടാണ് ഭക്തതമസ്തവസ്തവം കൊടുത്തിരിക്കുന്നതെങ്കിൽ അങ്ങനെ വായിക്കുക. ഇനി പ്രചേതസാമുപാദിശത്, അവിടെ ആ പ്രചേതസാമുപാദിശത് എന്ന് വായിക്കരുതേ. ഇനി അത് ചേർത്ത് വായിക്കാൻ പറ്റാത്തവർക്ക് പ്രചേതസാം എന്നെടുക്കുക, ആം എന്നവിടെ നീട്ടിയെടുത്തുകൊണ്ട് ഉപാദിശത് എന്ന് താഴെ എടുക്കുക. അതല്ലെങ്കിൽ കഴിയുന്ന അത് പിരിക്കാതെ ചേർത്ത് തന്നെ വായിക്കുക, പ്രചേതസാമുപാദിശത്. പിന്നെ അടുത്തത് ഭക്തതമസ്തവ, അവിടെ സ ജോയിൻ ചെയ്യാൻ വരുന്നതാണ്. അടുത്ത സ, സ്തവം എന്നത് സ്തോത്രം എന്ന അർത്ഥമാണ്. ആദ്യത്തെ സ ജോയിൻ ചെയ്യാൻ വരുന്നതാണ് തവ എന്നുള്ളതിൻ്റെ. അപ്പോൾ ഭക്തതമസ്തവ, അത് ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ അടുത്തത് സ്തവം. ഇനി അടുത്തത് നമുക്ക് 4ാമത്തെ ശ്ലോകം നോക്കാം. സ്തവം ജപന്തസ്തമമി ജലാന്തരേ ഭവന്തമാസേ വിഷിതായുതം സമാ ഭവൽ സുഖാസ്വാദരസാദമീഷ്വിയാൻ ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രതാ.
ഇനി അടുത്തിവിടെ പറയാണ് സ്തവം. സ്തവം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്തോത്രം. ആ രുദ്രഗീതം ശ്രീ പരമേശ്വര ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ട ആ രുദ്രഗീതം ജപന്തസ്തമമി, ജപന്തഃ തം അമി, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ജപന്തസ്തമമി. ജപന്തം എന്ന് പറഞ്ഞാൽ ജപിച്ചുകൊണ്ട്, തം അവര് എന്ന് പറഞ്ഞാൽ ഈ പ്രചേതസ്സുകൾ, അമി എന്ന് പറഞ്ഞാൽ ഈ എന്നുള്ള ഈ പ്രചേതസ്സുകൾ ശ്രീ പരമേശ്വര ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ട രുദ്രഗീതം ചൊല്ലി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ജലാന്തരെ, ആ വെള്ളത്തിനുള്ളിൽ, ആ തീർത്ഥക്കുളത്തിന് ഉള്ളിൽ ആണ് തപസ് ചെയ്തത്. അതിനുള്ളിൽ ഇരുന്നു കൊണ്ടാണ് ഈ ഭഗവാനെ ഈ രുദ്രഗീതം ചൊല്ലി സ്തുതിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ജലാന്തരെ ഭവന്തമാസേവിഷിതായുധം സമാ, ഭവന്തം ആസേവിഷിത അയുതം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഭവന്തം ആസേവിഷതായുധം. ഭവന്തം എന്ന് പറഞ്ഞാൽ അവിടുത്തെ, ആസേവിഷിത എന്ന് പറഞ്ഞാൽ സേവിച്ചുകൊണ്ട് അല്ലെങ്കിൽ തപസ് ചെയ്തുകൊണ്ട്, അയുതം എന്ന് പറഞ്ഞാൽ 10,000. അങ്ങനെ ഈ രുദ്രഗീതം ചൊല്ലി അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് വെള്ളത്തിനടിയിൽ തപസ് ചെയ്ത് ഈ പ്രചേതസ്സുകൾ കഴിച്ചു കൂട്ടിയത് 10,000 വർഷങ്ങളായിരുന്നു. അയുതം സമാ എന്നാ പറഞ്ഞ 10,000-ന് തുല്യമായ കാലയളവ് എന്ന് പറഞ്ഞാൽ 10,000 വർഷങ്ങളാണ് കഴിച്ചു കൂട്ടിയത്. ഭവത് സുഖാസ്വാദരസാദമീഷ്വിയാൻ, ഭവത് സുഖാസ്വാദരസാദ അമീഷു ഇയാൻ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഭവത് സുഖാസ്വാദരസാദമീഷ്വിയാൻ. ഭവത് സുഖാസ്വാദരസാദ, ഭഗവാനെ അവിടുത്തെ ആ ഒരു സുഖത്തെ, ഭവത് സുഖ ആസ്വാദന രസാത്, ആസ്വദിച്ചുകൊണ്ട് കഴിയുന്നതിലുള്ള രസാത്, രസം കൊണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്തുതിക്കുമ്പോൾ, അവിടുത്തെ ഓരോ വാക്കുകൊണ്ട് സ്തുതിക്കുമ്പോഴും ആ പരമമായ ആ രൂപത്തെ ഉള്ളിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു കാണുമ്പോൾ ഭഗവാനെ അവിടുന്ന് ആരാണ്? സച്ചിദാനന്ദ സ്വരൂപമാണ്, ചിദാനന്ദനാണ് അവിടുന്ന്, ചിത്തത്തെ രമിപ്പിക്കുന്നവനാണ്. ആ ആനന്ദത്തെ അനുഭവിക്കുന്നതിൽ തൽപരരായിരുന്ന, സദാ അതിൽ തന്നെ ഉള്ള ഒരു താല്പര്യം നിമിത്തമായിക്കൊണ്ട് അമീഷു എന്ന് പറഞ്ഞാൽ ഈ പ്രചേതസ്സുകൾക്ക്, അമീഷു ഇയാൻ, ഈ പ്രചേതസ്സുകൾക്ക് ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രത. ബഭൂവ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴിഞ്ഞുപോയി. എന്താ? ഇയാൻ കാലഹ, കാലം എന്ന് പറഞ്ഞാൽ വളരെയേറെ കാലം. ഇയാൻ കാലഹ, വളരെയേറെ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ 10,000-ന് തുല്യമായ ഒരു കാലം എന്ന് പറഞ്ഞാൽ 10,000 വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നു. അങ്ങനെ ഇവരാകട്ടെ ആ ഭഗവത് സ്തുതി കൊണ്ട് ഭഗവാനെ അങ്ങോട്ട് രുദ്രഗീതം ചൊല്ലി സ്തുതിച്ചു കൊണ്ടിരിക്കുന്നതിൽ അങ്ങനെ അവരുടെ മുൻപിൽ തെളിഞ്ഞു വരുന്ന ആ രൂപത്തെ ഏതൊരു രൂപത്തെ ധ്യാനിച്ചുകൊണ്ടാണോ ഈ ഒരു രുദ്രഗീതം ചൊല്ലി സ്തുതിച്ചു കൊണ്ടിരുന്ന ആ രൂപം തന്നെ ആനന്ദമാണ്. അങ്ങനെ ആ രൂപത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദത്തെ ആസ്വദിക്കുന്നതിൽ മാത്രം തൽപരരായിരുന്ന ഈ പ്രചേതസ്സുകൾ ഏകദേശം 10,000 വർഷത്തോളം അങ്ങനെ ആ തീർത്ഥക്കുളത്തിനുള്ളിൽ, ജലത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് തപസ് ചെയ്തു. അങ്ങനെ 10,000 വർഷങ്ങൾ കടന്നുപോയി. അവിടെയും പറയുന്നു ധ്രുവവന്ന ശീഘ്രത. അവിടെ ഭഗവാൻ പക്ഷേ ഈ 10,000 വർഷവും ഈ തൻ്റെ ഭക്തരുടെ ഈ സ്തുതികളൊക്കെ കേട്ട് ആസ്വദിക്കുന്നതല്ലാതെ ഭഗവാൻ വളരെ പെട്ടെന്നൊന്നും ഈ പ്രചേതസ്സുകളുടെ മുൻപിൽ പ്രത്യക്ഷനായില്ല. അതാണ് പറഞ്ഞത് ധ്രുവവന്ന ശീഘ്രത. ധ്രുവവത ന എന്നിങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ധ്രുവവന്ന. ധ്രുവവത്, ആ ധ്രുവന് വേണ്ടി ഭഗവാൻ എത്ര പെട്ടെന്ന് എത്തിച്ചേർന്നു. നമ്മൾ കണ്ടിരുന്നു 6 മാസമേ വേണ്ടി വന്നുള്ളൂ ഭഗവാനെ അവിടുന്ന് ആ ധ്രുവന് ദർശനം കൊടുക്കുവാൻ, അല്ലേ? ധ്രുവചരിതത്തിൽ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അത്. പക്ഷെ ഇവിടെ ആ ധ്രുവൻ എത്ര പെട്ടെന്ന് അവിടുന്ന് ദർശനം കൊടുത്തുവോ
അതുപോലെ ന എന്ന് പറഞ്ഞാൽ ഇല്ല, എന്താ ശീഘ്രത, വളരെ പെട്ടെന്നൊന്നും ഭഗവാനെ ഈ പ്രചേതസ്സുകൾക്ക് മുൻപിൽ 10,000 വർഷം കഴിഞ്ഞു പോയിട്ടും അവിടുന്ന് അങ്ങോട്ട് ദർശനം കൊടുത്തില്ല. അവർ പക്ഷേ തങ്ങളുടെ ഉള്ളിൽ ധ്യാനിച്ചു കൊണ്ടിരുന്ന ആ രൂപത്തിലെ ആനന്ദത്തെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അത് ആ ആനന്ദം ആസ്വദിച്ച് കഴിയുന്നതിൽ മാത്രം തൽപരരായി അങ്ങനെ കഴിയുകയും ചെയ്തു. അവരറിഞ്ഞില്ല 10,000 വർഷമൊന്നും പോയത്. കാരണം സദാ ഈ ആനന്ദസ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ രൂപത്തിലെ ആനന്ദത്തെ നുകർന്നുകൊണ്ട് ആ ആനന്ദാമൃതത്തെ ആസ്വദിച്ചുകൊണ്ട് കഴിയുന്നതിൽ മാത്രം തൽപരരായിരുന്ന അവർ ബാഹ്യമായി കാലങ്ങൾ കടന്നുപോയതൊന്നും അറിഞ്ഞില്ല. ആ ആനന്ദലഹരിയിൽ ആറാടി തന്നെ അവർ ആ ജലത്തിനുള്ളിൽ കഴിയുകയായിരുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സ്തവം ജപന്തസ്തമമീ ജലാന്തരേ ഭവന്തമാസേ വിഷിതായുതം സമാ ഭവത്സുഖാസ്വാദരസാദമീഷ്വിയാൻ ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രത. ഇനി ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ജപന്തസ്തമമി, അവിടെ ജപന്തസ്തം ആ അമി എന്നുള്ളത് രണ്ടാമത്തെ മായ്ക്ക് ആകാരം കൊടുത്തു വായിക്കുക. അമിയാണ്. പിന്നെ അടുത്ത് ഭവന്തമാസേവിഷിതായുധം സമ. ഭവന്തം ആസേവിഷിതായുധം സമ. ഭവന്തം ആസേവിഷിതായാണ്, അതുകൊണ്ട് തന്നെ ഭവന്തമാസേവിഷിത മായ്ക്ക് ആകാരം നീട്ടിയെടുക്കുക. അതുപോലെ ഭവന്തമാസേവിഷിത ആയുധം, അയുധമാണ്, അതും അകാരം ശ്രദ്ധിക്കുക. സമാ, അവിടെ ഒരു ദീർഘവും വിസർഗവുമുണ്ട്, അതും ശ്രദ്ധിക്കുക. അടുത്ത വരിയിൽ ഒരു വലിയൊരു സമസ്തപദമാണ് ഭവത്സുഖാസ്വാദരസാദമീഷ്വിയാൻ. അത് ശ്രദ്ധിച്ച് തന്നെ വായിക്കുക. ഭവത്സുഖാസ്വാദരസാദ അമീഷ്വിയാൻ. അമീഷു ഇയാനാണ്, അതുകൊണ്ട് സുഖാസ്വാദരസാദ ദായ്ക്ക് അകാരം കൊടുക്കുക. അതുപോലെ രസാദമീഷ്വിയാൻ ഇയാൻ ആണ്, അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രത. ധ്രുവവന്ന, അത് ന കൂട്ടക്ഷരമാണ്, അത് ശ്രദ്ധിച്ചു വായിക്കുക. ധ്രുവവന്ന ശീഘ്രത. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.